അവസാനമായിട്ട് ഇവിടെ വരുന്നു. ഇവിടെ വന്നപ്പം വലിയൊരു തുകയാണ് പറഞ്ഞത്. യൂസുഫ് അലി സാഹിബിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എണ്ണിയാലൊടുങ്ങാത്ത മുദ്ര കാഴ്ചവെച്ച ഒരു മഹാമനുഷ്യയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ വാർത്ത എത്തിയപ്പോൾ അദ്ദേഹവും എന്നെ ചേർത്തി നിർത്തി. അർബുദ രോഗബാധിതയായ 2.5 വയസ്സുകാരിക്ക് സഹായഹസ്തവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. അർബുദ രോഗത്താൽ ചികിത്സയിൽ തുടരുന്ന വയനാട് കമ്പളക്കാട് സ്വദേശി ആയിഷ ഫിൽസയുടെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ സഹായമായി MA യൂസഫ് അലി 10 ലക്ഷം രൂപ കൈമാറി. കുട്ടി ചികിത്സയിൽ തുടരുന്ന കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിലെത്തി MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ്, കോഴിക്കോട് ലുലു റീജിയണൽ ഡയറക്ടർ ഷെരീഫ് മാട്ടിൽ എന്നിവർ ചേർന്ന് 10 ലക്ഷം രൂപയുടെ ചെക്ക് ആയിഷ ഫിൽസയുടെ പിതാവ് മുഹമ്മദ് മുസ്തഫ ഫൈസിക്ക് കൈമാറി. കഴിഞ്ഞ ദിവസമാണ് അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സ വഴിമുട്ടിയ കുഞ്ഞ് ആയിഷയുടെ വാർത്ത MA യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി 60 ലക്ഷം രൂപ വേണ്ടിവരുമെന്ന കുടുംബത്തിന്റെ അഭ്യർത്ഥന കണ്ടതോടെയാണ് ഉടനടിയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായത്. MA യൂസഫ് അലി കഴിഞ്ഞ ദിവസം സഹായം വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ തന്നെ ലുലു പ്രതിനിധികൾ കുട്ടിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെടുകയും ചികിത്സാ സഹായ തുകയായ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ചെയ്തു. ആയിഷ ഫിൽസ എന്ന് പറയുന്ന 2 വയസ്സുകാരിയുടെ വളരെ വിഷമകരമായ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാറ് ഒരു 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചു. അത് ഞങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിലാണ് ആയിഷയുടെ ചികിത്സ പുരോഗമിക്കുന്നത്. കയ്യിലുള്ള പണമെല്ലാം മകളുടെ ചികിത്സയ്ക്കായി ചെലവാക്കിയതോടെയാണ് കുടുംബം വലിയ പ്രതിസന്ധിയിലായത്. ഇത് എല്ലാ ഹോസ്പിറ്റലും ഞാൻ കയറി ഇറങ്ങിയതാണ്. അവസാനമായിട്ട് ഇവിടെ വരുന്നു. ഇവിടെ വന്നപ്പം വലിയൊരു തുകയാണ് പറഞ്ഞത്. അപ്പോൾ അത് 55-60 ലക്ഷം രൂപ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, വാടക വീട്ടിൽ താമസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അസാധ്യമാണ്. അങ്ങനെ ഞാൻ ചാരിറ്റി നടത്തുന്ന ഷമീർ കുന്നുമലുമായി ഇടപെട്ട് അവിടെ പോയി എൻ്റെ ഭാര്യ പോയി സംഭവം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്ത് 10 ദിവസം അവിടെ തന്നെ എൻ്റെ കാര്യത്തിന് വേണ്ടി ഷമീർക്കയും അതുപോലെ തന്നെ ഷമീർ ഖാൻ്റെ കൂടെ വയനാട് ജില്ലയിലുള്ള നല്ല മനസ്സുള്ള ഒരു കൂട്ടം സുമനസ്സുകളായ ആളുകൾ അണിനിരന്ന് അങ്ങനെയാണ് നമ്മളെ യൂസുഫ് അലി സാഹിബിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എണ്ണിയാലൊടുങ്ങാത്ത മുദ്ര കാഴ്ചവെച്ച ഒരു മഹാമനുഷ്യയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ വാർത്ത എത്തിയപ്പോൾ അദ്ദേഹവും എന്നെ ചേർത്തി നിർത്തി. ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ സഹായം എത്തിയതോടെ അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദി ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണ് ആയിഷയുടെ പിതാവ് മുഹമ്മദ് മുസ്തഫ ഫൈസിയും കുടുംബവും. ഈ ഭീമമായ 65 ലക്ഷം രൂപയുടെ മുകളിൽ ആ ഒരു സാമ്പത്തികം എനിക്ക് താങ്ങാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സുമനസ്സുകളായ ആളുകൾ ചേർന്ന് നിന്ന് ഈ പൈസ സമാഹരിച്ചു. അത് നമ്മുടെ പ്രമുഖ വ്യവസായി ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുദ്ര കാഴ്ചവെച്ച മഹാമനുഷ്യ ആ വാർത്ത അതറിയുകയും അദ്ദേഹം 10 ലക്ഷം രൂപ എന്നെ സഹായിക്കുകയും ചെയ്തു. വിവരണാതീതമായ ആ നന്ദിയും ആ കടപ്പാടും അറിയിക്കുന്നു. എപ്പോഴും എൻ്റെ ദുആ അവരുണ്ടാവും. എൻ്റെ മകൾക്ക് വേണ്ടി എല്ലാവരും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസിനും വേണ്ടി ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ ഭംഗിയായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അറിയിക്കുന്നു.